വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളും പണ്ഡിതന്മാരും സാധാതുക്കളും ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് പൗരാവകാശം എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ കടൽ പോലെ പരന്നു കിടക്കുന്ന ഒരു വിഷയവുമാണ് പൗരാവകാശം. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് ഒരു ധാരണയുമില്ലാത്ത ഒരു വിഷയമാണ് പൗരാവകാശമെന്ന്. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരികയായിരുന്നു. പൗരാവകാശവും പൗരാവകാശ ധ്വംസനവും നമ്മുടെ രാജ്യത്ത് ഒരു സാധാരണ രീതിയിലുള്ള കാര്യമായി മാറി വന്ന ഈ അവസ്ഥയിൽ ഈ വിഷയം എന്ന് പറയുന്നത് 5, 10, 15 മിനിറ്റിൽ ഒതുക്കാൻ പറ്റുന്ന വിഷയമല്ല, വളരെ ഗൗരവപരമായിട്ടുള്ള വിഷയം തന്നെയാണ്. പൗരാവകാശം നമുക്കറിയാം. ഏതൊരു അവകാശവും ഒരു പൗരൻ്റെ വരുന്നതും തുടങ്ങുന്നതും അവസാനിക്കുന്നതുമെല്ലാം ഒരൊറ്റ കിതാബിൽ നിന്നാണ്, ഭരണഘടന എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഭരണഘടനയിൽ 3 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് വിഭാവനം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. നിയമനിർമ്മാണ മേഖലയിൽ ലെജിസ്ലേച്ചർ എന്ന് പറയും, ഭരണ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള എക്സിക്യൂട്ടീവും പറയും, നീതി നിർവഹണത്തിന് വേണ്ടി ജുഡീഷ്യറിയിൽ എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് പൗരാവകാശ ലംഘനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ വിഭാഗത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മുടെ ഭരണഘടന ആ രീതിയിൽ 3 തരമായിട്ട് തരംതിരിച്ചത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഒരു വിഭാഗത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റു വിഭാഗത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവിടെ അതിനേക്കാളും വലിയൊരു അടി കിട്ടി, 3ാമത്തെ വിഭാഗത്തിൽ പോയി ചെല്ലുമ്പോൾ അതിനേക്കാളും വലിയൊരു അടി കിട്ടുന്നൊരു അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുമുണ്ട്. സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെ. അദ്ദേഹം ഒരു ആദിവാസി പ്രവർത്തകനാണ്, ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു കേസിൽ, UAPAയുടെ കേസിൽ അദ്ദേഹത്തിനെ തടവിലിട്ടു. അതെന്തു കേസ് എന്തുമാവട്ടെ, അദ്ദേഹം 84 വയസ്സുള്ള ഒരു വൃദ്ധനായിരുന്നു. ജയിലിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാർക്കിൻസൺസ് രോഗമാണ്, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, എൻ്റെ സ്വന്തം കൈയും കൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കണമെങ്കിൽ എനിക്കൊരു സ്ട്രോയിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു സ്ട്രോ വേണമെന്ന് പറഞ്ഞു. ആവശ്യം അത്രയേ ഉള്ളൂ. എനിക്ക് പാർക്കിൻസൺസ് രോഗമുള്ളത് കാരണം എൻ്റെ കൈയെല്ലാം വിറക്കുന്നത് കാരണം എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു സ്ട്രോ വേണമെന്ന്. അപ്പം NIA എന്ന് പറയുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ കേസിൽ കോടതിയിലാണ്. അപ്പോൾ കോടതി പറഞ്ഞത്, ഇയാൾക്കൊരു സ്ട്രോ കൊടുത്താൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ, സ്ട്രോ കൊടുക്കുന്നതും ഞങ്ങൾക്ക് പറ്റില്ല, സ്ട്രോ കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളൊരു ഉത്തരം NIA എന്ന് പറയുന്ന കുറ്റാന്വേഷണ ഏജൻസി കോടതിയിൽ പറഞ്ഞപ്പോൾ, ആ പാർക്കിൻസൺസ് ബാധിച്ച് 84 വയസ്സുകാരനായിട്ടുള്ള ആ വൃദ്ധൻ്റെ, ആ പൗരൻ്റെ അവകാശം എത്രത്തോളം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭയാനകമായിട്ടുള്ള അവസ്ഥ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 1 മാസത്തോളമാണ് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ പോലും അവകാശമില്ലാത്ത രീതിയിൽ സ്ട്രോ നിഷേധിച്ചത്. സർക്കാർ നിഷേധിക്കുന്നത് നമുക്ക് നോക്കാം. അത് ഞാൻ പറഞ്ഞു, സർക്കാർ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ജുഡീഷ്യറി ഉള്ളത്. പക്ഷെ നീതിന്യായ വ്യവസ്ഥയിൽ പോലും നീതി കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ, ഒരു പൗരന്റെ അവകാശം ധ്വംസിക്കപ്പെടുമ്പോൾ, ലംഘിക്കപ്പെടുമ്പോൾ, അത് ലംഘിക്കരുത്, ആ പൗരന് അവകാശം കൊടുക്കണമെന്ന് പറയേണ്ട നീതിന്യായ വകുപ്പ് പോലും അതിന് കണ്ണടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നാം കാണേണ്ടത്. നമ്മളിപ്പോൾ 1 മാസം മുമ്പ് സമ്പലിലുള്ള സംഭവവികാസങ്ങൾ എല്ലാവരും കണ്ട്, അവിടെ സർവേക്ക് പോയ അംഗങ്ങൾ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ കൊണ്ട് 6 യുവാക്കൾക്ക് വെടിയേറ്റ് മരിക്കേണ്ട ഒരു അവസ്ഥ. എന്താണ് ഈ അവസ്ഥയുടെ കാരണമുണ്ടായത്? സമ്പൽ എന്തുകൊണ്ടാണ് സംഭവിച്ചു? നമുക്കൊരു നിയമമുണ്ട്, ആരാധനാലയ നിയമം. 1991 പാസ്സാക്കിയ ആരാധനാലയ നിയമം വളരെ വ്യക്തമായിട്ടുള്ള നിയമമാണ്. ആ നിയമം അവിടെ നിലനിൽക്കാതെ ഏതെങ്കിലും ഒരു ആരാധനാലയം അവിടെ നിൽക്കുന്നില്ല, അവിടെ തൊടാൻ തന്നെ പാടില്ല എന്നാണ് ആ നിയമം പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചു? 3 or 4 വർഷം മുമ്പ് സുപ്രീം കോടതിയിൽ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ ഒരു കേസ് വന്നപ്പോൾ, സർവേ നടത്തണമെന്ന കേസ് വന്നപ്പോൾ, അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് പറഞ്ഞു, ഇതിൽ സർവേ നടത്താം. അതായത് അന്ന് 1947 ഇത് എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ സർവേ നടത്തേണ്ടി വരും.
എന്നുള്ളൊരു വ്യാഖ്യാനം കൊണ്ടുവന്നു. ആ വ്യാഖ്യാനത്തിന്റെ പുറത്ത് എന്താ സംഭവിച്ചത്? ഒരു ഗ്യാൻവാപ്പി മാത്രമല്ല, നിരവധി ക്ഷേത്രങ്ങളും മസ്ജിദുകളിലെ അടിയിൽ ഇതേപോലെ ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെറ്റീഷനുകൾ ഫയൽ ചെയ്യുകയും അവിടെയെല്ലാം സർവേകൾക്കുള്ള ഉത്തരവുകളുമാക്കി സിവിൽ കോടതികൾ മാറ്റാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ എവിടെയാണ് പിഴവ് പറ്റിയത്? നമ്മുടെ ജുഡീഷ്യറിയിൽ ഏറ്റവും വലിയ കോടതി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന സുപ്രീം കോടതി, ആ സുപ്രീം കോടതിയിൽ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ, ആ നിയമത്തിന് ഒരു അണപ്പൈസയുടെ പോലും വില കൊടുക്കാതെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ജഡ്ജി പറഞ്ഞതാണ് സർവേ നടത്താമെന്ന്. പക്ഷെ ആ നിയമം അവിടെ നിലനിൽക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥയുടെ, നീതിന്യായ വകുപ്പിന്റെ അവസ്ഥ ഇതാണ്. പൗരാവകാശം സംരക്ഷിക്കേണ്ട നീതിന്യായ വ്യവസ്ഥ, നീതിന്യായ കോടതികളുടെ അവസ്ഥ ഇതാണ് നാം കാണുന്നത്. എത്രയെത്ര ആളുകളെ തടങ്കലിട്ടിരിക്കുന്നു. വിചാരണ തടവുകാരായിട്ട് 5,50,000 പേര് നമ്മുടെ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. മൃതശരീരരായിട്ടാണ് ഓരോരുത്തരും കുറ്റവിമുക്തരായിട്ട് ജയിലിൽ നിന്ന് പോരുന്നത്. അബ്ദുൽ നാസർ മഅദനിയെ നമ്മൾ കണ്ടു. 14 വർഷത്തോളം ജയിലിലിട്ട് ഇപ്പോഴും ഒരു കേസിൽ പോലും കുറ്റക്കാരനാക്കിയിട്ടില്ല. 14 വർഷം ജയിലിലിട്ടാലുള്ള ഒരാളുടെ അവസ്ഥ എന്താണെന്നോ, ആരോഗ്യാവസ്ഥ, ശാരീരിക അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നിരവധി പേർ. ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി, കുറ്റം എന്താണ് ചെയ്തത്? പൗരത്വ പ്രക്ഷോഭ നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിനിറങ്ങി. അത് മാത്രമാണ് കുറ്റം. 4 വർഷമായിട്ട് ഇപ്പോഴും ജയിലിൽ തന്നെ. വിചാരണ കഴിഞ്ഞോ? വിചാരണ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് വിടുന്നില്ല? അത് പൗരത്വ പ്രക്ഷോഭ നിയമത്തിൽ അദ്ദേഹം പങ്കെടുത്തത് കൊണ്ട് UAPAയിലാണ് അദ്ദേഹത്തിനെ ജയിലിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിടാൻ പറ്റുകയില്ല. എന്തുകൊണ്ട് നമ്മുടെ കോടതികൾ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണുന്നില്ല? പൗരാവകാശ ധ്വംസനങ്ങൾ കാണുന്നില്ല? ഗവൺമെന്റുകൾ കാണുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു എന്താ പറയണ ഒരു ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ കാണുന്നില്ല. കാരണം ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് ധ്വംസനങ്ങൾ മാത്രം ഒരു വഴിയാക്കിയ സർക്കാരാണ്. ഭരണഘടനയുടെ 75 വർഷം ആഘോഷിക്കാൻ വേണ്ടി പാർലമെന്റിൽ 2 ദിവസത്തെ ചർച്ച വെച്ചു. ഞാനൊക്കെ വല്ലാതെ സന്തോഷിച്ചു. ആ 2 ദിവസം എന്തിനാണ് ഈ ഭരണകക്ഷി 2 ദിവസത്തെ സമയം മൊത്തത്തിൽ എന്തിനു വേണ്ടിയാണ് അവര് ഉപയോഗിച്ചത്? കുറെ നെഹ്റുവിനെ ചീത്ത പറയാനും, കുറെ അംബേദ്കറിനെ ചീത്ത പറയാനും, കുറച്ച് ഇന്ദിരാഗാന്ധിനെ ചീത്ത പറയാനും, കുറെ അടിയന്തരാവസ്ഥയെ ചീത്ത പറയാനും. ഇതല്ലാതെ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് പോലും ഈ 2 ദിവസം ഈ ഭരണഘടന എന്താണ് 75 വർഷമായിട്ട് ഈ ഭരണഘടനയുടെ പ്രവർത്തനമെന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്ന സുവർണാവസരം ഇല്ലാതാക്കിയ ഒരു ഭരണപക്ഷമാണ് ഇപ്പോൾ നമ്മുടേതുള്ളത്. ഈ ഭരണപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ന്യൂനപക്ഷ വിരുദ്ധത എന്ന് പറയുന്നവരുടെ മുഖമുദ്രയാണ്. ഏതെല്ലാം നിയമങ്ങളാണ് പാസ്സാക്കിയത്? 3-4 നിയമങ്ങൾ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പൗരത്വ നിയമം എടുത്താൽ മതി. പൗരത്വ നിയമത്തിൽ എന്താണ് ബുദ്ധിമുട്ട്? നമുക്ക് അഭയാർത്ഥികൾ പൗരത്വം നൽകണേന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അഭയാർത്ഥികളായിട്ട് കാണണം. അഭയാർത്ഥികളെ നിങ്ങൾ ഹൈന്ദവ അഭയാർത്ഥിയായിട്ടും ക്രൈസ്തവ അഭയാർത്ഥിയായിട്ടും സിഖ് മതത്തിന്റെ അഭയാർത്ഥിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. മുസ്ലിം അഭയാർത്ഥിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. മതം മാനദണ്ഡമാക്കി ഒരു നിയമം നിങ്ങൾ പാസ്സാക്കി കഴിഞ്ഞാൽ അത് മതേതരത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു നടപടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതേകൂടി ഭരണഘടന മരിച്ചു. അതായിരുന്നു അവരുടെ ആദ്യത്തെ ടെസ്റ്റ് ഡോസ്. അതിനുശേഷം നമ്മൾ മുത്തലാഖ് നിയമം കണ്ടു. മുത്തലാഖ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വിവാഹമോചന രീതിയാണ്. ആ വിവാഹമോചന രീതിയിൽ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്രിമിനൽ നടപടി പ്രകാരം നമ്മളെ ജയിലിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിയമം പാസാക്കി. അത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് നൽകിയ ഒരു സമ്മാനമാണ്. തീർന്നില്ല, വഖഫ് തുടങ്ങി. വഖഫില് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക തത്വത്തിന്റെ പേരിലുള്ള വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യത്തോടുകൂടി വാമൊഴി ചെയ്താൽ വഖഫാകുമെന്നുള്ളത് നമ്മളുടെ കിതാബുകളിലൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവരൊരു പുതിയ നിയമം കൊണ്ടുവന്നു. വാമൊഴി കൊണ്ട് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ വഖഫ് ആവുകയില്ല, രേഖകൾ തന്നെ വേണം എന്നുള്ള ശടിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭൂമി
ഉത്തരേന്ത്യയിലുണ്ട്. ആ ഭൂമികളെല്ലാം ഇവർക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നുള്ള ദുഷ്ടലാക്ക് മാത്രമാണ് അതിന്റെ പിന്നിൽ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക നിയമത്തിനെതിരെ, തത്വത്തിനെതിരെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരിയ നിയമവും മറ്റൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ പേടിക്കേണ്ടതുണ്ട്. എന്തിനാണ്? ഇതാണ് ഏക സിവിൽ കോഡിലേക്കുള്ള ഒരു വഴി എന്ന് അവർ കാണിച്ചു തരികയാണ്. നമുക്കിവിടെ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമ്മളുടെ മൗലികാവകാശമായിട്ട് തന്നിട്ടുണ്ട്. ഈ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഈ നിയമങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ 10-12 കൊല്ലങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മതത്തിന്റെ പ്രചാരണവും എല്ലാം വെച്ചിട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടന്നു. ഒരു വിഭാഗം പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ്, ഇവിടെ ബാക്കി പല മതങ്ങൾക്കൊന്നും പാടില്ല, ഒറ്റ മതം പാടുള്ളൂ, മാത്രവുമല്ല ഒരാചാരം മാത്രമേ പാടുള്ളൂ, ആ ആചാരം എന്ന് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമപ്രകാരമുള്ള ആചാരമായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മറ്റേ വിഭാഗം, ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബൊക്കെ ആയിരുന്നു ആ വിഭാഗത്തിന്റെ തലവന്മാർ. ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്, പല പല മതങ്ങൾ ജീവിക്കുന്ന നാടാണ്, പല ജാതി വർണ്ണ വിഭാഗങ്ങൾ ജീവിക്കുന്ന നാടാണ്. എൻ്റെ മതവിഭാഗക്കാർ നൂറ്റാണ്ടുകളായിട്ട് ആ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ പറയുന്ന ആചാരങ്ങൾ നിർത്താൻ പറയുകയാണെങ്കിൽ അത് നടക്കാൻ പോണില്ല. ഇന്ത്യ എന്ന് പറയുന്ന, ഇന്ത്യയുടെ മതേതരത്വം പറയുന്നത് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന മതേതരത്വമാണ് എന്ന് ഖൈദമില്ലത്തെല്ലാം പറഞ്ഞപ്പോൾ അന്ന് സ്വീകരിക്കേണ്ടി വന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ സ്വീകരിക്കേണ്ടി വന്നു. ആ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് മതസ്വാതന്ത്ര്യം നമ്മുടെ മൗലികാവകാശമായിട്ട് വന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയ മൗലികാവകാശം, അങ്ങനെ നമുക്ക് കിട്ടിയ മതസ്വാതന്ത്ര്യം, ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ഈ മതസ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയാണ്. ഈ മതസ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഇവിടെ ഇന്ന് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവിന്റെ കാര്യം പറയേണ്ട ആവശ്യം പോലുമില്ല. ഏത് രീതിയിലുള്ള നടപടികളാണ് എക്സിക്യൂട്ടീവ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്, ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ആൾക്കൂട്ട കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അവരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു നടപടി, എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബുൾഡോസർ ഓടിച്ച് കയറ്റുന്ന നടപടി ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നതാണ്. സർക്കാർ അവന്റെ പൗരന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. ബുൾഡോസർ കയറ്റി അവന്റെ നെഞ്ചത്ത് കൂടി കയറ്റി ഇറക്കുന്ന നടപടി, അതാണ് ഒരു സർക്കാർ ചെയ്യുന്നത്. ഒരു പൗരാവകാശം സംരക്ഷിക്കേണ്ട സർക്കാരാണ് ഈ വിധത്തിലുള്ള പൗരാവകാശ ധ്വംസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ, ലെജിസ്ലേച്ചർ നോക്കിക്കഴിഞ്ഞാലും എക്സിക്യൂട്ടീവ് നോക്കിക്കഴിഞ്ഞാലും നിർഭാഗ്യവശാൽ ജുഡീഷ്യറി നോക്കിക്കഴിഞ്ഞാൽ പോലും എല്ലാ സ്ഥലത്തും പൗരാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഒരു വേളയായിട്ട് ഇത് മാറുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നാം ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടാകെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇതിനൊരു പ്രതിവിധി വേണമെന്നും. എന്തായിരിക്കണം ഇതിന്റെ പ്രതിവിധി? സ്നേഹമുള്ളവരെ, യുവത്വം തുളുമ്പുന്നവരാണ് നിങ്ങളെല്ലാവരും. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് യുവതയുടെ ഒരു കൂട്ടായ്മയാണ്. ക്രിയാത്മകമായിട്ട് നമ്മൾ, രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഇതിനെ നേരിടേണ്ടി വരും. സജീവമായിട്ട്, ഒരു സജീവ പ്രതിപക്ഷമായിട്ട് നമ്മൾ ഇതിനെല്ലാം നേരിടേണ്ടി വരും. ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മളുടെയും കൂടിയും ഒരു പാട്ടോട് കൂടിയിട്ടുള്ള ഒരു സർക്കാരായിരിക്കും നമ്മുടെ ഭരിക്കേണ്ടത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് നാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ എല്ലാ തരത്തിലും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സർക്കാർ. ഡിസെന്റ് ഈസ് ദി സേഫ്റ്റി വാൽവ് ഓഫ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രഷർ കുക്കറിന് ഒരു സേഫ്റ്റി വാൽവ് ഉണ്ട്. അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ തിളച്ച് പൊന്തുമ്പോൾ ആ പ്രഷർ കുക്കർ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ആ സേഫ്റ്റി വാൽവ് ചൂളം വിളിക്കുന്നത്. അതാണ് പറയുന്നത് ഡിസെന്റ് ഈസ് ദി സേഫ്റ്റി വാൽവ് ഓഫ് ഡെമോക്രസി എന്ന്. അത് ജനാധിപത്യത്തില് സർക്കാരിനെ വിമർശിച്ചാൽ മാത്രമേ ആ ജനാധിപത്യം പൂർത്തിയാകൂ എന്നാണ് പറയുന്നത്. പക്ഷേ ആര് ഇവിടെ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും ആ വിമർശിക്കുന്നവനെ ED കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഏജൻസിയെ കൊണ്ടോ പൂട്ടുന്ന നടപടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെ പോലും വെറുതെ വിടുന്നില്ല. മാധ്യമ സ്വാതന്ത്ര്യമാവട്ടെ, ആവിഷ്കാര സ്വാതന്ത്ര്യമാവട്ടെ, ഇതെല്ലാം ഇന്ന് ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മൾ മീഡിയ വണ്ണിന്റെ കേസുകളെല്ലാം കണ്ടു. എന്തുകൊണ്ടാണ് മീഡിയ വണ്ണിന്റെ ലൈസൻസ് റദ്ദാക്കിയതെന്നുള്ളത് നമ്മൾ കണ്ടു. ഒരു മുസ്ലിം ചാനലായതിന്റെ പേരിൽ മീഡിയ വണ്ണിന്റെ
ലൈസൻസ് റദ്ദാക്കി എന്ന് പറയുമ്പോൾ മതേതരത്വ രാജ്യമായ ഇന്ത്യയുടെ ഭാവി എങ്ങോട്ടാണ് പോകേണ്ടത് നമ്മൾ അന്വേഷിക്കണം. സുപ്രീം കോടതി അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമുക്കിത് അറിയാൻ കൂടി പാടുണ്ടാവില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. ആയതിനാൽ സമയം അതിക്രമിച്ചത് കൊണ്ട് തന്നെ ഞാൻ അധികം നീട്ടുന്നില്ല. എനിക്കാകെ നിങ്ങളോട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ക്രിയാത്മകമായിട്ട് ഈ സർക്കാർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ പൗരാവകാശ ധ്വംസനങ്ങൾക്കുമെതിരെ നമ്മുടെ കയ്യിലുള്ള ശക്തമായിട്ടുള്ള കിതാബായിട്ടുള്ള ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോരാടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.